BLM, Kerala, Tamil Nadu, Pondicherry. പശ്ചിമബംഗാളിൽ മമതാ ബാനർജിയുടെ നേതൃത്വത്തിലുള്ള തൃണമൂൽ കോൺഗ്രസിൽ ഉടലെടുത്ത കലാപം ഇന്ത്യൻ പാർലമെന്റിലെ ഭരണപ്രതിപക്ഷ ചേരികളുടെ ശക്തിയെയും സ്വാധീനിക്കും. എന്നാൽ പ്രതിപക്ഷ നിരയിലെ പ്രധാന കക്ഷിയായ തൃണമൂലിന്റെ തകർച്ച കേന്ദ്രം ഭരിക്കുന്ന BJPക്കും NDA സഖ്യത്തിനും വലിയ മേൽക്കൈ നൽകുന്നതാണ്. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഒറ്റയ്ക്ക് ഭൂരിപക്ഷം ലഭിക്കാതെ വന്ന BJP നേതൃത്വം TDP, JDU കക്ഷികളെ അമിതമായി ആശ്രയിച്ചിരുന്നു. എന്നാൽ TMC MPമാർ കൂറുമാറി NDA പിന്തുണച്ചാൽ ഭരണപക്ഷത്തെ സമവാക്യം മാറും. സഖ്യകക്ഷികൾക്ക് BJPക്ക് മേലുള്ള സമ്മർദ്ദ സ്വാധീനം കുറയും. ഈ മാറ്റം ഏറ്റവും കൂടുതൽ ബാധിക്കുക മഹാരാഷ്ട്ര ഉപമുഖ്യമന്ത്രി ഏകനാഥ് ഷിൻഡെയും ശിവസേനയുമാണ്. ലോക്സഭയിൽ 7 MPമാരുള്ള ഷിൻഡെ വിഭാഗം NDAയിലെ 4ാമത്തെ വലിയ കക്ഷിയായിരുന്നു. മഹാരാഷ്ട്ര നിയമസഭാ തെരഞ്ഞെടുപ്പിൽ BJP വലിയ വിജയം നേടുകയും ദേവേന്ദ്ര ഫഡ്നാവിന് മുഖ്യമന്ത്രിയാക്കുകയും ചെയ്തതോടെ ഷിൻഡെയുടെ സ്വാധീനം സംസ്ഥാനത്ത് കുറഞ്ഞിരുന്നു. പാർലമെന്റിലെ 7 MPമാരുടെ ബലത്തിലാണ് ഷിൻഡെ കേന്ദ്രത്തിൽ സമ്മർദ്ദം ചെലുത്തിയിരുന്നത്. ഇപ്പോൾ പശ്ചിമ ബംഗാളിൽ നിന്ന് വലിയൊരു വിഭാഗം TMC വിമതർ BJPയെ പിന്തുണയ്ക്കുന്നതോടെ ഷിൻഡെയുടെ സ്വാധീനം ശക്തിയില്ലാതാകും. പാർലമെന്റിൽ നിർണായകമായ ഭരണഘടനാ ഭേദഗതികൾ പാസാക്കുന്നതിന് മുന്നിൽ 2 ഭൂരിപക്ഷം ആവശ്യമാണ്. മുൻപ് ലോക്സഭയിൽ ഈ മേൽക്കൈ ഇല്ലാതെ വന്നപ്പോഴാണ് വനിതാ സംവരണ ഭേദഗതി ബിൽ, മണ്ഡല പുനർനിർണയ ബിൽ എന്നിവ NDAക്ക് പാസാക്കാൻ സാധിക്കാതെ വന്നത്. TMC വിമതർ ഒപ്പം ചേരുന്നതോടെ പാർലമെന്റിന്റെ വർഷകാല സമ്മേളനത്തിൽ പ്രധാന ബില്ലുകൾ പാസാക്കിയെടുക്കാൻ NDAക്ക് സാധിക്കും. കൂറുമാറ്റ നിരോധന നിയമപ്രകാരം പാർലമെന്റിൽ അയോഗ്യരാകാതിരിക്കാൻ പാർട്ടിയിലെ ആകെ MPമാരെയും 2/3 ഭാഗം പേരെങ്കിലും ഒന്നിച്ച് കൂറുമാറേണ്ടതുണ്ട്. തൃണമൂൽ കോൺഗ്രസിന്റെ കാര്യത്തിൽ 19 MPമാരുടെ പിന്തുണ വിമത വിഭാഗത്തിന് ആവശ്യമായിരുന്നു. ഇപ്പോൾ വിമത ചേരിയിൽ 20 പേരുണ്ട്. മമതാ ബാനർജിക്കും പ്രതിപക്ഷ കൂട്ടായ്മയായ ഇന്ത്യ മുന്നണിക്കും കനത്ത തിരിച്ചടിയാണ് ഈ പിളർപ്പ്. BJPക്ക് നേട്ടമാണെങ്കിലും NDAയിലെ സഖ്യകക്ഷികൾക്കും സന്തോഷം നൽകുക ഒന്നല്ല TMCയുടെ പിളർപ്പ്. മെമ്പർമാരുടെ നിക്ഷേപങ്ങൾക്ക് ഉയർന്ന ലാഭവിഹിതം നൽകുന്ന കേന്ദ്ര സർക്കാർ സഹകരണ രജിസ്ട്രേഡ് സൊസൈറ്റി ഭാരത് ലജ്ന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ്.